ഇത്ര അടുത്ത് കാട്ടുപോത്തിനുണ്ടോ? വലിച്ചിടേ ചെപ്പുണ്ട് മാണിക്കല്ലുണ്ട് കയ്യിൽ. മാൻകൂട്ടങ്ങൾ കണ്ട, മാനിന്റെ കൂട്ടം ഒരുപാട് മാനുകൾ. ഗൂഡല്ലൂർ തുറപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴി. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, തിരൂർ തന്നെയാണ്. അപ്പോൾ തിരൂരിൽ നമ്മളൊരു യാത്ര പോകുന്നതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ലത്തി വ്ളോഗിലേക്ക് ഒരിക്കലും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ യാത്രയിലുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളുണ്ട് കൂടെ. അപ്പം അടിപൊളിയൊരു വ്ളോഗാവും. അപ്പം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ പോയാലോ? ഓക്കെ. പെർഫെക്റ്റ് ആയി കറക്റ്റ് റോട്ടുമല്ലോ പോണുള്ളൂ. പെർഫെക്റ്റ് ഡ്രൈവർ, മാസ് ഡ്രൈവർ അല്ലേ, ഇങ്ങനൊക്കെ ആരെങ്കിലും പോവോ? കുഴി കുഴി അങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് പോണ വഴിയിലുള്ള ഈങ്ങാപ്പുഴയിലുള്ള സ്ഥലത്താണുള്ളത്. ഇവിടെ നമ്മളൊരു റിസോർട്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു റിസോർട്ടിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഹാച്ചി റിഞ്ചി റിസോർട്ട് എന്നാണ്. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊന്നും കറക്റ്റ് കാണിക്കാൻ പറ്റുന്നില്ല. ഫുഡ് റെഡിയാക്കുന്നതിൻ്റെ പരിപാടിയിലാണ്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ രാവിലെ ഈ റിസോർട്ട് കംപ്ലീറ്റ് കാണാം. അടിപൊളിയാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി, പക്ഷേ ഇത് വീഡിയോയിൽ കറക്റ്റ് വരില്ല. അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഇന്ന് കാണിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. ബാക്കി നാളെ രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. എങ്കൊണ്ടെഴുതിയ കവിത പ്രണയാമൃതം മതിലാശ ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാ. മലയാള സിനിമയിലെ താമരക്കുരുവിക്ക് തങ്കക്കിനാവിന് പന്തലിട് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പനമ്പാട്ടിനുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എങ്ങോ മറഞ്ഞു. കാതിരാക്കിളി എന്തിനീ മൗനം സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. ജില്ലയിൽ തൂവലും പാടും തൂവലും കാറ്റിനും പാടും കാറ്റിലാടും കോലങ്ങളി കോലങ്ങൾക്കോ തിങ്കളേ പൂത്തിങ്കളെ നീ ഒളി കണ്ണെഴുതരുതേ
പൂവേ ഒരു മണിമൊത്തം നിൻ കവിളിൽ കഴിഞ്ഞുവോ മന്ദാരച്ചെപ്പുണ്ട് മാണിക്കല്ലുണ്ട് കയ്യിൽ വാമുകിലേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനമ്പാടി തൻ പൂവരുണ്ടോ കാണാനിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേ ഞാനൊരു എന്തായി ചമഞ്ഞേനരി ആരാണത് ഇത് കൊത്തോ കൊത്തൂടത് അതിനെ എടുക്കാനാക്കണം കേട്ടോ വലിച്ചിടേ ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മളുള്ളത് വയനാട് പോണ വഴിയിലുള്ള ഈങ്ങാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു റിസോർട്ടിലാണ്. ഹാച്ചി റെഞ്ച് റിസോർട്ട് എന്ന് പറഞ്ഞുള്ള റിസോർട്ടിലാണ്. നമ്മൾ വയനാട് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു കാട്ടിൽ കൂടുള്ള യാത്രയാണ്. ഇപ്പോൾ കുറേ കൊണ്ട് പോകുന്നതിന് ശേഷമാണ് നമ്മൾ വീഡിയോയിൽ എടുക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കേരള കർണാടക തമിഴ്നാട് ബോർഡർ കടക്കുന്ന ഒരു കാട്ടുകൂടിയാണ് പോകുന്നത്. ബന്ദിപ്പൂർ കാടാണ്. ആ കാട്ടുകൂടിയുള്ള യാത്രയാണ്. അപ്പോൾ അടിപൊളിയുള്ള കാഴ്ച കേട്ടോ. ഇതിൻ്റെ സൈഡിലൊന്നും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ഫുള്ള് വനങ്ങളെ ഇടയിൽ കൂടിയുള്ള യാത്രയാണ്. എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ നമ്മളെ ചങ്ക് ബ്രോസുകൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും കുറേ ആൾക്കാർ ടയർഡ് ആയിട്ടുണ്ട്, കുറേ ആൾക്കാർ ഉറക്കത്തിലാണ്. ഇതാ ഹലോ ഗൈസ്, ഇങ്ങോട്ട് നോക്കൂ. ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കണ്ട. ഹലോ, ഡ്രൈവ് ചെയ്യാത്ത ആളെ നോക്കൂ. അപ്പോൾ എല്ലാവരും ഉണ്ട്, ചില്ലാണ്. അപ്പോൾ നമ്മൾ യാത്രയിലുള്ള ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ കാണാൻ മറക്കരുത്. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ ഓരോരോ കാഴ്ചകളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാനുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരും. ഓക്കെ. ഹലോ, നല്ല നാച്ചുറൽ ബ്യൂട്ടി കണ്ടിട്ട് ഒരാൾ പറഞ്ഞത് ബ്യൂട്ടി
മാൻകൂട്ടങ്ങൾ കണ്ട, മാനിന്റെ കൂട്ടം, ഒരുപാട് മാനുകൾ കണ്ട, അടിപൊളി സൂപ്പർ. മയിലിതാ, മയിലെന്തോ വൃത്തിയാക്കി കാട്ടുപോത്ത് കേട്ടോ. അമ്മോ, ഇത്ര അടുത്ത് കാട്ടുപോത്തിനുണ്ട്. ഇല്ല ഇല്ല, വീടൊന്നും വേണ്ട, കാണാം. മാന് കണ്ട, മാനിന്റെ കൂട്ടങ്ങൾ കണ്ടില്ലേ ഗൈസ്. നമ്മളങ്ങനെ വന്ന് നമ്മൾ ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഗുണ്ടൽപേട്ടയിലുള്ള ഒരു ഇളനീര് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അതിൻ്റെ കൂടെ കുറേ വത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഇളനീര് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏയ് യാത്ര ചെയ്ത് അങ്ങനെ ചടച്ച് ക്ഷീണിച്ച് നിൽക്കുന്നതിൻ്റെ ചങ്ക് ബ്രോനെ കണ്ടോ. ലുക്കുമാൻ എന്നാണ് ആളെ പേര്, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. മറ്റേത് വഹാബ്, പിന്നെ ഫുഡ് കണ്ടപ്പോ ബ്ലോഗൊന്നും വേണ്ട, ഫുഡ് കാണുമ്പോ ബ്ലോഗ് അതാ ആ സാധനൊക്കെ ഉള്ളത് കേറി പോട്ട. എനിക്കൊന്നും ഉണ്ടോ വീഡിയോ എടുക്കണ്ട, ഈ വീഡിയോ എടുക്കണ്ട്. എനിക്ക് തരണില്ല എന്നുള്ളത് നാട്ടുകാര് കാണും. എനിക്കിപ്പോ തരടോ ദുഷ്ട തീർത്ത്. ഇവിടെ ഇങ്ങനെ ഒരു വത്തക്കന്റെ ഒരു ചാക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 എണ്ണം ഉണ്ടാവും തോന്നുന്നു. ഈ ഒരു ചാക്ക് വത്തേക്കൻ്റെ ഇതിന് വരുന്നത് 120 രൂപയാണ് വരുന്നത്. നമ്മൾ ഇയാളോട് സംസാരിച്ചാൽ നമുക്ക് 100 രൂപയ്ക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാക്ക് വത്തക്ക കൊണ്ടുപോയിട്ട് നല്ല മധുരമൊക്കെ ഉള്ള നല്ല കളറൊക്കെ ഉള്ള വത്തക്കയാണ്. അപ്പോൾ നിങ്ങൾ ഈ വഴിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഫ്രഷ് വത്തക്കൊക്കെ മേടിക്കട്ടോ, അടിപൊളി സാധനങ്ങൾ. ഗൂഡല്ലൂർ തുറപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിയിലുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചായയും കടിയൊക്കെ കിട്ടുന്ന ഏരിയയാണ്. ഇപ്പോൾ ഒരു പഴംപൊരിയും ചായ കുടിച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ ചായ കുടിക്കലിൻ്റെ തിരക്കിലാണ്. ഇവിടെ നല്ല ഒരുപാട് കടകളുണ്ട് കേട്ടോ, മലയാളികളൊക്കെ ആയിട്ടുള്ള. പിന്നെ അതേപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസം. അപ്പോൾ നമ്മളെ യാത്രേൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.